കാണാതെ വന്നപ്പോ എന്റെ കുട്ടിക്കുറുമ്പൻ ആശാനെ മറന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ മറക്കാൻ പറ്റുകയല്ലോ. അതല്ലേ ഈ കൊച്ചുകുഞ്ഞിന്റെ ജന്മവിധി. ഭൂമിയിൽ ഒരു മകനും നിയോഗിക്കപ്പെടാത്ത അഗ്നി പരീക്ഷണം. ഇതെന്നാ? പെറ്റമ്മയുടെ വാത്സല്യം. ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം മൂതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളുടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയെങ്കിൽ ഇവിടുന്ന് ആകാം ഒരു തലോടൽ. അവള് നിന്നെ തല്ലിയോ? കൊച്ചുപ്രായത്തിൽ ഈ കൊച്ചുകുഞ്ഞിനെ അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട, ഈ താന്തോന്നിക്കുള്ള താരാട്ട്. എത്ര കുടിച്ചിട്ടുള്ളിലെ പുക കെട്ടടങ്ങുന്നില്ല. മതിയാക്കാൻ മേലെ ആ പാവത്തിനെ കൊണ്ടിങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്. അവസാനിപ്പിച്ചൂടെ ആശാനെ ഈ അജ്ഞാതവാസം? ഇരുതല എരിയുന്നൊരു വിളക്കെന്തിരിയായിട്ട് ഇങ്ങനെ സ്വയം കത്തിത്തീരാൻ എനിക്കിനി വയ്യ. പറയട്ടെ ഞാൻ അമ്മച്ചിയോട് ഈ സത്യം. മുഖത്ത് തല്ലി രണ്ടിൽ ഒരാള് മതിയാ വീട്ടിലെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ഇറക്കി വിട്ടപ്പോ ഒരാവർത്തിയല്ല 1000 തവണ മനസ്സ് പറഞ്ഞു. കഥയറിയാതെ കരഞ്ഞു തീരുന്ന ആ പാവത്തിന്റെ കൈയും പിടിച്ച് ഈ മലയൊന്ന് കയറി വന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയാകേണ്ടി വന്നവളാണ് എന്റെ കത്രീന. അവൾ ഇത്ര കാലം ഒഴുകിയ കണ്ണീരും കത്തിച്ച മെഴുകുതിരിയും ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയാണെന്ന് അറിയുന്ന ആ നിമിഷം പിന്നതിന് മാപ്പില്ല. ഒരിക്കൽ ആ തറവാടിന്റെ പ്രതാപത്തിന് മുന്നിൽ തോറ്റുപോയവനാ ഞാൻ. ഇനിയും അത് ആവർത്തിച്ച പിന്നെ നിന്റെ അമ്മച്ച് കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് അർത്ഥമുണ്ടാകും. നിനക്ക് പറയാം, ഉള്ളിലെ ദണ്ണം തീരുന്നത് വരെ ശപിക്കാം. കേൾക്കാൻ ഞാൻ അർഹനാ. എന്റെ കത്രീനെ ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ കയറി വരേണ്ടത്. വരും. ഇനിയും ആ തറവാടിന്റെ പടി ചവിട്ടാൻ ഈ അപ്പൻ അർഹനാണെന്ന് കാണിക്കാൻ മാത്രം എന്റെ മകൻ വളർന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന ആ ദിവസം ഞാൻ വരും. ആശാനായിട്ടല്ല, നിന്റെ അപ്പനായിട്ട്.